ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ അതിപുരാതനമായ 6 മുരുകക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പുറംകുന്നം കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ്റെ ക്ഷേത്രം. ഇത് സിക്കന്ദർ കുന്നുകൾ എന്നാണ് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത്. ഇവിടേക്ക് കഴിഞ്ഞ കുറേ കാലമായി ഇതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സിക്കന്ദർ ബാദുഷാ ദർഗയിലേക്ക് ബലിയർപ്പിക്കാൻ കന്നുകാലികളെ കൊണ്ടുവരികയും ഈ കുന്നിന് മുകളിൽ ക്ഷേത്രത്തിന് സമീപം അവയെ പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ വിശ്വാസികൾ ചോദ്യം ചെയ്തിരുന്നു. അതിനെ തുടർന്ന് അവിടെ സംഘർഷാവസ്ഥ രൂപപ്പെടുകയും ജനുവരി മാസത്തിൽ ഒരു സംഘം ആളുകൾ അവിടെ കടന്നു കയറി കന്നുകാലികളെ കശാപ്പ് ചെയ്യുകയും കറിവെക്കാൻ ആരംഭിക്കുകയും ചെയ്തതോടുകൂടി പ്രതിഷേധം കനക്കുകയും ചെയ്തിരുന്നു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് അവിടെ തടിച്ചുകൂടിയ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനാ പ്രവർത്തകർ ഇവരെ മോചിപ്പിക്കാനൊരു ശ്രമം നടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജനുവരി 18 SDPI കുന്ന് പിടിച്ചെടുക്കുവാനും അതിന് മുകളിൽ ഈ മാംസാഹാരം പാചകം ചെയ്യുവാനും ഒരു ആഹ്വാനം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ഇടപെടുകയും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഹൈന്ദവ സംഘടനകൾ, ഏതാണ്ട് 50ഓളം ഹൈന്ദവ സംഘടനകൾ, RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഫ്രണ്ട്, ഹിന്ദു മുന്നണി തുടങ്ങിയ 50ഓളം ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധ റാലിക്ക് ആഹ്വാനം ചെയ്തു. പ്രതിഷേധം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി, അതായത് 3-4 തീയതികളിൽ, ഫെബ്രുവരി 3-4 തീയതികളിൽ ഈ ഭാഗത്ത്, അതായത് മധുരയിലെ പലക്കനാഥ് ഭാഗം ഉൾപ്പെടുന്ന ആ ഏരിയയിൽ പോലീസ് 144, അതായത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ നിരോധനാജ്ഞയൊക്കെ മറികടന്നുകൊണ്ട് സ്ത്രീകളടക്കമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മധുരയിലെ പാലക്കനാഥത്ത് എത്തിയതും വലിയ പ്രതിഷേധക്കടലായി മാറിയതും ചെയ്തത്. ഇവിടെ മാംസാഹാരം പാചകം ചെയ്യാൻ കഴിയില്ല എന്നും അത് അനുവദിക്കില്ല എന്നും അവിടെ തടിച്ചുകൂടിയവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. 3500 പോലീസുകാരെയാണ് ഈ പ്രതിഷേധം അക്രമാസക്തമാകുമോ എന്ന് ഭയന്നുകൊണ്ട് സ്റ്റാലിൻ ഭരണകൂടം അവിടെ വിന്യസിച്ചത്. കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ഇസ്ലാമിക സംഘടനകളും ഒപ്പം തന്നെ വിശ്വാസികളായ മുരുക ഭക്തന്മാരുമൊക്കെ തന്നെ ഈ ഒരു കുന്നിൻ്റെ പേരിൽ സംഘർഷം രൂപപ്പെട്ടു വരികയായിരുന്നു. കാരണം ക്ഷേത്രത്തിന് സമീപം മാംസാഹാരം വെക്കാൻ അനുവദിക്കില്ല എന്നുള്ളത്, കാരണം കാലങ്ങളായിട്ട് ഈ ഒരു രീതി അവിടെ പിന്തുടരുന്നതാണ്. ഇനി അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഈ വിഷയത്തിലേക്ക് കടന്നത്. ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.